ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് കൊച്ചി നഗരത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങളാണ്. ദൃശ്യ മാധ്യമങ്ങളിൽ ഈ സംഭവം ഇതിനോടകം ചർച്ചാ വിഷയമാകുകയും ചെയ്തു. സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. വീട്ടമ്മയായ യുവതിയെ കാമുകൻ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ആളൊഴിഞ്ഞ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിക്കടിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ പോലീസിൻ്റെ അതിവിദഗ്ധമായ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയും ചെയ്തു. പക്ഷേ ഈ കൊലപാതകത്തിലേക്കല്ല ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. പ്രതിയുടെ ലീലാവിലാസങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏതാണ്ട് 200-ൽ പരം സ്ത്രീകളുടെ മൊബൈൽ നമ്പറുകളാണ് പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്യന്തം നാടകീയത തുളുമ്പി നിൽക്കുന്ന ഈ സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. കൊച്ചി നഗരത്തിലേക്ക് ഒരു അന്വേഷണ യാത്ര. ലോറികൾ ഒന്നൊന്നായി പുറപ്പെടാൻ തയ്യാറായി. രാവിലെ 7 മണിയോടെ തന്നെ ലോറി താവളം സജീവമായി. ലോഡും കയറ്റി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ലോറികൾ പതുക്കെ താവളം വിട്ടു തുടങ്ങി. ലോഡ് കയറ്റേണ്ട ലോറികൾ ഊഴവും കാത്ത് അങ്ങനെ കിടന്നു. സജീവന്റെ ഐഷർ ലോറിയും പുറപ്പെടേണ്ട സമയമായി. ഡ്രൈവർ വണ്ടിക്കരികിലേക്ക് എത്തി. ഡ്രൈവർ സീറ്റിന്റെ വശത്തുള്ള ഡോർ അയാൾ വലിച്ചു തുറന്നു. പെട്ടെന്ന് ആ ഡ്രൈവറുടെ കണ്ണുകൾ എന്തിലോ ഉടക്കി. ഒരു ആർത്തനാദം അയാളിൽ നിന്നും പുറപ്പെട്ടു. തന്റെ വണ്ടിയുടെ ടയറുകൾ കയറിയ വിധത്തിൽ ഒരു മൃതദേഹം കിടക്കുന്നു. മുപ്പത്തിയഞ്ച് വയസ്സോളം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം. കൃത്യമായി ടയറിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കിടക്കുന്നത്. അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത അവസ്ഥ. ചുറ്റും നിബിഡമായ കാട്ടുപ്രദേശം. വിജനമായ ആ പ്രദേശത്ത് അയാൾ മാത്രമായി കുറച്ചുനേരം. പിന്നീട് ആവുന്നത്ര വിധത്തിൽ ശബ്ദമുണ്ടാക്കി ആളുകളെ വിളിച്ചുകൂട്ടി. ഞൊടി നേരത്തിനുള്ളിൽ ആ ലോറി താവളം ജനനിബിഡമായി. ചൊവ്വാഴ്ച അവിടെ ഈ വണ്ടി ഇടുന്ന ഐലൻഡിലുള്ള ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്ന സമയത്ത് പുള്ളി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ബോഡി കിടക്കണം. പുള്ളി ബോഡിയാണെന്നല്ല, ഇവിടെ ഓടി വന്ന് പറഞ്ഞു പിന്നെ അയാൾ ഒരു സ്ത്രീ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. മരിച്ചാലുള്ള പുള്ളിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ തൊഴിലാളികൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ബോഡിയാണ്. ഉണ്ണി പോലീസ് ആ മൃതദേഹത്തെ തലങ്ങും വിലങ്ങും നോക്കി. ആ രൂപത്തെ മുൻപെങ്കും കണ്ട യാതൊരു പരിചയവുമില്ല. കള്ളന്മാരും കൊള്ളക്കാരും മാത്രം വിഹരിക്കുന്ന ഈ വിജനമായ കാട്ടുപ്രദേശത്ത് എങ്ങനെ ഈ സ്ത്രീ എത്തി? അതായിരുന്നു ആ പോലീസുകാരന്റെ പിന്നീടുള്ള ചിന്ത. ഈ ഇതിൽ വരില്ല, ഇത് നമുക്ക് നോട്ടെത്തില്ല. ഈ കിടക്കുന്ന ഫ്രണ്ടിലുള്ള കാർഡുകളൊക്കെ പിടിച്ചിരിക്കുന്നത് അതൊക്കെ അവർക്ക് അനുകൂലമായിട്ടൊക്കെയാണ് വരുന്നത്. അവർ മാത്രമല്ല, ഇപ്പോൾ ഒരു കൊലപാതകം നടന്ന കാരണം ജനങ്ങളറിഞ്ഞു. ചേമഞ്ചേരി ലോറി താവളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ആരോ കൊന്നു തള്ളിയിട്ടിരിക്കുന്നു. വാർത്ത കാട്ടുതീ പോലെ കൊച്ചി നഗരത്തിൽ ആഞ്ഞുവീശി. മരണം കൊലപാതകമാണെന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമായി. കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകം. പക്ഷെ ആര്, എന്തിന്? ഈ ചോദ്യം ഫോർട്ട് കൊച്ചി പോലീസിനെയും വലച്ചു. യാതൊരു വിധത്തിലുള്ള തെളിവും പോലീസിന് സംശയാസ്പദമായിട്ടുള്ള കൊലപാതകമായിരുന്നു എന്നുള്ള പോലീസിന് ബോധ്യമുണ്ടെങ്കിൽ പോലും
ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളെക്കുറിച്ചിട്ടോ യാതൊരുവിധ വിവരവും പോലീസിന് ലഭ്യമായിരുന്നില്ല. പിന്നീട് വൈകിട്ട് പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് ഇത് കഴുത്ത് ഞെരിഞ്ഞുള്ള കൊലപാതകമാണെന്ന് പോലീസിന് ബോധ്യമായതും അതിനെ തുടർന്ന് ഈ സ്ത്രീ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിലെ വിളിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം ആദ്യം തന്നെ നടത്തിയിരുന്നത്. കൊല്ലപ്പെട്ടത് സന്ധ്യ എന്ന 35-കാരി, ഭർത്താവും 2 കുട്ടികളുമുള്ള യുവതി. റിലയൻസ് മൊബൈലിന്റെ മാർക്കറ്റിംഗ് മാനേജരായി ജോലി ചെയ്യുന്നു. സ്വദേശം തൊടുപുഴയിലാണെങ്കിലും 10 വർഷമായി കുടുംബസമേതം കൊച്ചിയിൽ താമസിക്കുന്നു. ക്ഷണനേരത്തിനുള്ളിൽ പോലീസ് യുവതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശേഖരിച്ചു. യുവതിയെക്കുറിച്ച് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. കുലീനയായ ഒരു വീട്ടമ്മ. പിന്നെ ഈ അരുംകൊല എങ്ങനെ സംഭവിച്ചു? അവസാനമായി പോലീസ് യുവതിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ തീരുമാനിച്ചു. വെറുതെ ഒരു പരിശോധനയുടെ ഭാഗമായി മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് എടുത്ത പോലീസിന്റെ കണ്ണിൽ ആ പ്രത്യേക നമ്പർ പലതവണ ഉടക്കി. ആ നമ്പറിലേക്ക് മാത്രം കോളുകളുടെ പെരുമഴ. അൻവർ എന്ന 26-കാരനെ തേടി പോലീസ് പാഞ്ഞു. ഒരു കൊലയാളിയെ തേടി പോലീസ് കൊച്ചി നഗരം അരിച്ചുപറഞ്ഞു. മൂന്നാലഞ്ച് വർഷമായിട്ട് കാക്കനാടാണ്. പിന്നെ ബസ്സിലൊക്കെ തൊഴിൽ അവര് അങ്ങോട്ട് മാറിയതാണ് 3-4 വർഷമായിട്ട്. പക്ഷേ ഇവിടെ കുറെ കൂട്ടുകാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പുള്ളിക്ക് സുഹൃത്തുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് കമ്പനിയൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ അവരോട് സംസാരിച്ചപ്പോഴും അവർക്കും ഇതിങ്ങനെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്ന. പിന്നെ എല്ലാം എന്തു പറയാനാണ്. ഒരു ബസ് കണ്ടക്ടറുടെ തനി സ്വരൂപമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. തൻ്റെ ബസ്സിൽ കയറുന്ന സുന്ദരികളായ പെൺകുട്ടികളെ വളയ്ക്കാൻ കഴിവുള്ള അപൂർവ സിദ്ധി ലഭിച്ച ഒരു ബസ് കണ്ടക്ടർ. ഏതാണ്ട് 200-ൽ പരം സ്ത്രീകളുടെ മൊബൈൽ നമ്പറുകൾ ഇയാൾ തന്ത്രപൂർവ്വം കരസ്ഥമാക്കി. പ്രതിയുടെ ലീലാവിലാസങ്ങൾ തുടർന്ന് കാണാം. കാക്കനാട് നിന്നും പോർട്ട് കൊച്ചിയിലേക്ക് ബസ് പുറപ്പെട്ടു. ഇനി ഒരു മരണ പോരാട്ടമാണ്. ഈ യാത്രക്കിടയിൽ തങ്ങളോടൊപ്പം മത്സരിക്കാൻ എത്തുന്ന മറ്റു ബസ്സുകളെ തോൽപ്പിക്കണം. പരമാവധി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണം. ഇതിനിടെ യാത്രക്കാരുമായി കുറെ ശണ്ടകൾ. ഇത് ബസിന്റെ കാര്യം. പക്ഷെ കണ്ടക്ടർ അൻവറിന്റെ മനസ്സിൽ ഇതൊന്നുമായിരുന്നില്ല. ഫോർട്ട് കൊച്ചി വരെ എത്തുമ്പോഴേക്കും തന്റെ കാമുകിമാരായ 10-20 എണ്ണം ബസ്സിൽ കയറും. അവരെ എങ്ങനെ മേയ്ക്കും? ഇതായിരുന്നു ഈ 26-കാരന്റെ ചിന്ത. ഈ ബസ് കണ്ടക്ടർ ചില്ലറക്കാരനല്ല. 200ഓളം പെൺകുട്ടികളുടെ ഒരൊറ്റ കാമുകൻ. പോലീസ് അൻവറിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോ ഞെട്ടിപ്പോയി. 200-ന് പുറത്ത് അതിസുന്ദരികളായ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ. ബസ് ജീവനക്കാർ പൊതുവെ സ്ത്രീകളായിട്ട് അവർ കൂടുതൽ കമ്പനി ആയിരിക്കും. നമ്മളൊക്കെ കാണുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ 200 ഉണ്ട്, വേറൊരുത്തൻ്റെ അതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ 100 എണ്ണമെങ്കിലും കാണും. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് ആ രീതിയിലൊക്കെ പുറം ലോകം അറിയണത്. ബസ്സുകാർ പൊതുവെ അവർ ചെറുപ്പക്കാർ ഈ സ്ത്രീകൾ ഈ രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ അവർ നമ്പർ വാങ്ങിക്കും. അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അൻവറും സന്ധ്യയും തമ്മിലുള്ള പ്രേമം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. അൻവറിന്റെ 200-ൽ പരം കാമുകിമാരിൽ ഒരാളായി സന്ധ്യയും വിലസി. ഈ ബസ് യാത്രയായിരുന്നു ഇവരെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചത്. ഫോർട്ട് കൊച്ചി വരെ ഇവരിങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കും. ഇയാളൊരു ബസ് കണ്ടക്ടറാണ്.
ഈ ബസ്സിൽ തന്നെ സ്ഥിരമായിട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് അവരെ കണ്ട് പരിചയമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇവരെ ബോധപൂർവം ഇവരുടെ സാമ്പത്തിക ബാധ്യത നിലവിൽ ഈ അൻവർ എന്ന ആൾക്കുണ്ട്. അൻവറിൻ്റെ ഭാര്യ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവിന് വേണ്ടി പൈസ ഇല്ലാതിരുന്ന അയാൾ ബോധപൂർവം അടുപ്പം നടിച്ച് ഈ പെൺകുട്ടി വിജനമായിട്ടുള്ള ഹാർബർ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പണം സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതിരുന്ന ഈ സ്ത്രീയെ ഷാൾ ഉപയോഗിച്ച് കാറിനകത്ത് വെച്ചിരുന്ന കഴുത്ത് തിരിഞ്ഞ് കൊലപ്പെടുത്തുകയും അതിനുശേഷം ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സന്ധ്യയും ഭർത്താവും തമ്മിൽ കാണുന്നത് തന്നെ വളരെ അപൂർവമാണ്. സന്ധ്യയ്ക്ക് പകൽ ഡ്യൂട്ടി, ഭർത്താവ് അജിത്തിന് നൈറ്റ് ഡ്യൂട്ടി. മക്കളെ അകലെയുള്ള ബന്ധുവീട്ടിലും ഏൽപ്പിച്ചു. അങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും 2 വഴി. അതായിരുന്നു ഈ വലിയ വീട്ടിലെ ജീവിതം. ഇയാള് പകലും പോകും ജോലിക്ക്, രാത്രിയും പോകും. പിന്നെ ഇവരെ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. അതന്നെ നൈറ്റ് ഇവിടെ തോപ്പുമ്പടിയിൽ അവിടെയും കണ്ടത്. ഇവിടെ ബോട്ടിലാണ് കണ്ടത്, എന്തോ ഹോട്ടലിൽ അങ്ങനെയാണ് കണ്ടത്. പിന്നെ അവിടെ ഈ മുത്തൂറ്റിൻ്റെ അതിനൊന്ന് ഒന്നും പറയാൻ പറ്റില്ല. നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. ഞങ്ങളോടൊക്കെ നല്ല പെരുമാറ്റമൊക്കെയാണ് രണ്ടുപേരുടെ. ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതാണ് വീട്ടിൽ നിൽക്കാറില്ല. ഇല്ല, വീട്ടിൽ നിൽക്കില്ല. പിന്നെ ശനി ഞായർ 2 ആഴ്ച എത്തുമ്പോൾ അവർ വീട്ടിൽ പോയി മക്കളെ കാണും. അപ്പോൾ ആ ഞായറാഴ്ച അവർ പോയി വന്നോളൂ മക്കളെ കാണാനായിട്ട്. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. അങ്ങനെ കുഴപ്പമുള്ളൊരിതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ അവർ 8 മണിക്ക് 9 മണിക്ക് രാവിലെ പോവും, രാത്രി 8:45 വരും. ശ്രീ വരും. ഹസ്ബൻഡ് ചിലപ്പോൾ നൈറ്റ് ഉണ്ടാവും. മുത്തൂറ്റിൽ അങ്ങനെ എല്ലാം മെയിൻ്റെനൻസ് വർക്കാണ് ചെയ്യണം. അൻവറിന് 2ാമതൊരു കുട്ടി കൂടി ജനിക്കാറായി. ഇനി ദിവസങ്ങൾ മാത്രം. പക്ഷെ കാമുകൻ അൻവറിന്റെ മനസ്സിൽ ഭാര്യയും കുട്ടികളും ഒന്നുമില്ലായിരുന്നു. അയാളുടെ മനസ്സിൽ പുതിയ സ്ത്രീകൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി ഇവിടെ വന്ന് കിടന്നു. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിട്ട് ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിട്ട് പോണേന്ന്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല. അന്ന് രാത്രി അവനോട് വന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ ഒന്ന് കൊണ്ടുപോകുമ്പോഴാണ് അത് അപ്പോഴും അറിയാൻ പാടില്ലായിരുന്നു ഏതാണെന്നുള്ള വിവരം. സന്ധ്യ അൻവറിന്റെ തലയിൽ വീണു. മറ്റു പെണ്ണുങ്ങളെപ്പോലെ ആയിരുന്നില്ല സന്ധ്യ. അവൾ ആഗ്രഹിച്ചതിനെ സ്വന്തമാക്കും. അതാണ് പ്രകൃതം. അവൾക്കിപ്പോൾ ഭർത്താവിനെയും വേണ്ട, മക്കളെയും വേണ്ട. ഇനി ജീവിക്കുകയാണെങ്കിൽ അത് അൻവറിനോടൊപ്പം മാത്രം. അതവൾ ഉറപ്പിച്ചു. നാളെ ഇതിനൊരു തീരുമാനമുണ്ടാകും. സ്വസ്ഥമായ മനസ്സോടെ അവൾ അന്നു രാത്രി കിടന്നുറങ്ങി.